ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു 2-3 തവണ ക്വസ്റ്റ്യൻ വായിക്കണം. എന്നിട്ട് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് എടുത്തെഴുതുക, ഗിവൺ തിങ്സ്. അതിനുശേഷം ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൊല്യൂഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 49 meter per second. Calculate maximum height to which it rises, the total time it takes to return to the surface of earth. Okay, a ball is thrown vertically upwards with a velocity. സാധാരണ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും മനസ്സിലാക്കിയെടുക്കാനാണ് ബുദ്ധിമുട്ട് കാണാറ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബോള് 49 meter per second വെലോസിറ്റിയിൽ എറിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ത്രോൺ വിത്ത് എ വെലോസിറ്റി, അപ്പോൾ അത്രയും സ്പീഡിലാണ് നമ്മൾ എറിഞ്ഞിരിക്കുന്നത്. വിത്ത് എ പർട്ടിക്കുലർ എനർജി അല്ലേ, ഒരു കുറച്ച് എനർജി ഉപയോഗിച്ചാണ് നമ്മൾ ബോൾ എറിയുക. അപ്പോൾ ആ എനർജി കൊണ്ട് അതിന് ആദ്യം തന്നെ ഒരു വെലോസിറ്റി ഉള്ളത് കൊണ്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് 49 meter per second. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഗിവൺ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഗിവൺ യു ഈസ് ഈക്വൽ ടു 49 meter per second. ബോള് അപ്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. ബോള് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് മാക്സിമം ഹൈറ്റ് വിച്ച് ഇറ്റ് റൈസസ്, എത്ര ഉയരത്തിൽ ഈ ബോൾ ഇവിടുന്ന് നമ്മൾ സപ്പോസ് ഇവിടുന്നാണ് മേലേക്ക് എറിയുന്നതെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര ഹൈറ്റിൽ ഇത് റീച്ച് ചെയ്യും, എത്തുന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും ഇത് സഞ്ചരിച്ച ദൂരമാണ്, ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇതന്നെയാണ് ശരിക്കും എന്ത് നമ്മുടെ എസ് എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എസ് കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റോണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ മേലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പ് നമ്മൾ അങ്ങനത്തെ പ്രോബ്ലംസും കണ്ടിട്ടുണ്ടായിരുന്നു. മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലേ, അത് അവിടെ ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അവിടെ നിന്നതിന് ശേഷം അത് താഴേക്ക് റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അറ്റ് മാക്സിമം ഹൈറ്റ് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ കല്ല് ഇവിടുന്ന് അവിടം വരെ എത്തുന്ന സിറ്റുവേഷൻ മാത്രമാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അറ്റ് മാക്സിമം ഹൈറ്റ് അല്ലേ, ഏറ്റവും ഹൈറ്റിൽ എത്തുന്ന സമയത്ത് വെലോസിറ്റി വിൽ ബി 0, മീൻസ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ കേസ് ഫൈനൽ വെലോസിറ്റി ഈസ് 0. ഇനി ഒരു കാര്യം കൂടി നമുക്കറിയാം, ഇവിടെയുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ജി ഈസ് ഈക്വൽ ടു 9.8. ഇനി ബോള് മേലേക്കാണ് മൂവ് ചെയ്യുന്നത്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്, ബോൾ മൂവ് ചെയ്യുന്നത് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, വെലോസിറ്റിയുടെ ഡയറക്ഷൻ മേലേക്കാണ്, ബോൾ മൂവ് ചെയ്യുന്നത് താഴേക്കാണ്. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന സമയത്ത് നമുക്ക് ജിയുടെ വാല്യൂ എന്ത് ചെയ്യണം, -9.8 meter per second square ഉപയോഗിക്കണം. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്, എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങളൊരു സൈഡിലോ അല്ലെങ്കിൽ മനസ്സിലോ ഇക്വേഷനെ കാണുക, അല്ലെങ്കിൽ സൈഡിൽ എഴുതി വെക്കുക. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഉപയോഗിക്കുമ്പോൾ അതിലെന്തില്ല, എസ് ഇല്ല, അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഉപയോഗിക്കാൻ പറ്റുമോ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ ആലോചിച്ച് നോക്കണം. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ടൈം ആവശ്യമുണ്ട്. അപ്പോൾ ടൈം ഈ പ്രോബ്ലത്തിൽ തന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, അല്ലെങ്കിൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതിയാവും, ഇതിലേക്ക് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു 49 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു -9.8 ഇൻറ്റു എസ് എന്ന് വരും. ഇനി
നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 49 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 9.8 എസ് എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഈ നെഗറ്റീവുള്ള ഈ ക്വാണ്ടിറ്റീനെ ലെഫ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നെഗറ്റീവുള്ള ക്വാണ്ടിറ്റീനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറുമല്ലോ. അപ്പോൾ എന്ത് കിട്ടും, 2 ഇൻറ്റു 9.8. വെൻ യു മൾട്ടിപ്ലൈ 2 ഇൻറ്റു 9.8, വാട്ട് യു വിൽ ഗെറ്റ്, you will get 19.6. okay, you will get 19.6. just a minute, this is not a plus 9.6 children, this is 19.6. okay, 19.6 s is equal to 49 square. 49 square means 2401. 49 square is 2401 and s is equal to 2401 divided by 19.6. this you have to calculate. This is the mathematics part that you must be thorough with, division, multiplication and everything. When you divide this, you will get the value as 122.5 meters. So this is the maximum height that the stone reaches. Is it clear? If any doubt is there, you can ask through comment. Okay, then first part is over. We have found the maximum height reached. Now what we have to find? The second question is the total time it takes to return to the surface of earth. അതായത് ഇവിടുന്ന് നമ്മൾ താഴെ നിന്ന് ഒരു കല്ലെറിയുന്നു, മേലെ എത്തുന്നു, അത് താഴേക്ക് എത്താൻ എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കല്ല് മേലെ മാക്സിമം ഹൈറ്റിൽ എത്താൻ എത്ര സമയം വേണമെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അതേ സമയം തന്നെ അതിന് മതിയാവും എന്ത്, മാക്സിമം ഹൈറ്റിൽ നിന്ന് നേരെ താഴെ എത്താൻ. അതായത് ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഹൈറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കല്ല് മേലേക്ക് എത്താൻ എത്ര സമയം എടുക്കുമെന്ന് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ സമയത്തിന് ജസ്റ്റ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കല്ല് താഴേക്ക് എത്താനുള്ള സമയം കിട്ടും അല്ലേ. കല്ല് മേലേക്ക് എത്താനുള്ള സമയം കണ്ടുപിടിക്കുന്നു, അതിൽ ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ടൈം കിട്ടും. അതായത് കല്ല് മേലെ എത്തി താഴെ എത്താനുള്ള സമയം കിട്ടും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് ഏതൊക്കെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ, v is equal to u plus at, s is equal to ut plus half at square. s is equal to ut plus half at square ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. ടി സ്ക്വയർ ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ എന്നിട്ട് നമ്മൾ ടി ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, v is equal to u plus at എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് ആൻസർ സെയിം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ കല്ല് എന്താണ് ചെയ്തിരിക്കുന്നത്, ഇവിടുന്ന് മേലേക്ക് പോകുന്ന കണ്ടീഷനാണല്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ വി എത്ര തന്നെയാണ്, 0 ആണ്. യു എത്ര തന്നെയാണ്, 49 മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മൾ ത്രോ ചെയ്യുന്നത്. അപ്വേർഡ് മോഷനാണ്, അപ്പോൾ മൈനസ് 9.8 ഇൻറ്റു ടി. ഇനി എന്ത് ചെയ്യുന്നു, ഞാൻ മൈനസ് 9.8 ഇൻറ്റു ടിയെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 9.8 ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു 49 എന്ന് കിട്ടും. ഓർ ടി ഈസ് ഈക്വൽ ടു T is equal to 49 by 9.8 എന്ന് കിട്ടും. നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you will get the value as 5 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കല്ല് മേലേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് ഈ 5 സെക്കൻഡ്. അതായത് ടൈം ഓഫ് അസെൻഡ് ആണ് 5 സെക്കൻഡ്. അപ്പോൾ അത്രയും സമയം തന്നെ അതിന് തിരിച്ചു വരാനും വേണം. അപ്പോൾ ടോട്ടൽ ടൈം എത്രയായിരിക്കും, ടോട്ടൽ ടൈം ടേക്കൺ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 10 സെക്കൻഡ്. അല്ലെങ്കിൽ the time required to return to the surface of earth എത്രയായിരിക്കും, 10 സെക്കൻഡ്. ഓക്കെ.